ഏനാത്തിലെത്താൻ റോഡെന്ന് പറയുന്നത് എന്താണ് കുഴപ്പമെന്നല്ല, ചില വികസന പ്രവർത്തനങ്ങളിൽ കൈവച്ചാൽ അത് നമ്മളെ കൈ പൊള്ളിക്കുകയും അത് തീരാവുകയും ചെയ്യും. ഞാനിപ്പോഴും ഓർക്കുന്നു, വെട്ടിക്കോല പഞ്ചായത്തിൽ കോട്ടവട്ടത്ത് ലളിതാംബി അന്തർജനത്തിന്റെ പേരിൽ ഒരു സ്മാരക പണിയാൻ തീരുമാനം. അയ്യോ, അത് ഒരു വിധത്തിൽ തീരത്തില്ല. അത് തീർക്കാൻ ഞാൻ പെട്ട പാട്. ഒരു സ്റ്റേജും അതിനോടൊപ്പമുള്ള ഒരു സംവിധാനങ്ങളുമാണ് വന്നത്. ആ മഹത്തായ വലിയ പ്രഗത്ഭരായ എഴുത്തുകാരുടെ പേരിൽ അവരവിടെയാണ് ജീവിച്ചത്, അവിടെ ജനിച്ചു വളർന്ന. അപ്പൊ അവർക്ക് ആ ഒരു ഓർമ്മയിൽ അവിടെ ഒരു സ്മാരകം പണിയാൻ വേണ്ടി പണിതത്. അതുപോലെ ഏനാത്ത് പത്തനാണ് 2002 MK മുനീർ പീഠപ്പുടി മന്ത്രിയായിരിക്കുമ്പോൾ ആറാട്ടുപുഴ പാലത്തിന്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് 2002 കല്ലിട്ടുകൊണ്ട് അദ്ദേഹം ഏനാത്ത് പത്തനാപുരം റോഡിലെ സ്റ്റേറ്റ് ഹൈവേ ആയിട്ട് പ്രഖ്യാപിച്ച ഒരു പണി നടന്നു, ഒരു പൈസയും കിട്ടിയില്ല. ഒടുവിൽ കിട്ടിയെന്ന് പൈസ കിട്ടി. ഉടനെ വീതി കൂട്ടണമെന്നായി കുറയ്ക്കണമെന്നായി എല്ലാം പറഞ്ഞ് അവസാനം FDR ടെക്നോളജിയിൽ ചെയ്യാവുന്നതാണ്. എല്ലായിടത്തും FDR വന്നെടുത്ത് നമ്മുടെ കഷ്ടകാലത്തിന് കുരങ്ങാൻ വന്ന് പൂമാല കിട്ടിയാണ് കൈപ്പി എടുത്ത ആളുകൾ തമ്മിലങ്ങ് അടിച്ചു. അവർ തമ്മിലടിച്ച് പണി. ഇപ്പൊ എന്താ, സർക്കാർ കിഫ്ബിയിൽ നിന്ന് കുറേശ്ശെ പൈസ കൊടുത്ത് പണിയിട്ടുകൊണ്ടിരിക്കുകയാണ്. കുന്നല റോഡും പള്ളിമുക്ക് കുന്നല അലിമുക്ക് റോഡും ഈ റോഡും എടുത്ത കോൺട്രാക്ട് വിട്ട് പുഷപിക്കുകയാണ്. അപ്പൊ ഞാൻ അയാളെ മാറ്റി വേറെ ആളെ വെക്കാൻ പറഞ്ഞു. പക്ഷെ അവര് തന്നെ പണി പൂർത്തിയാക്കി തരാം എന്ന് പറഞ്ഞു. വലിയ താമസമില്ലാതെ പണി പൂർത്തിയാക്കും. ഈ വിമർശനമൊക്കെ അവിടെ നടക്കും. കാരണം അറിയാം, ഒരു പഞ്ചായത്ത് നമ്മളോട് ഞാൻ ചോദിച്ചു, ഒരു പഞ്ചായത്ത് വാർഡിലേക്ക് ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പാടുന്നു? ശരി, പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടി, അതൊന്ന് പണി പൂർത്തിയാക്കാൻ നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ആലോചിക്കും. അത് ജനങ്ങളും മനസ്സിലാക്കും. അത് കോടിക്കണക്കിന് രൂപയുടെ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് പൂർത്തിയാക്കാൻ ഒരു MLA എന്ന നിലയിൽ വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. ഒരുപാട് ആളുകളെ പിണക്കേണ്ടി വരും, ഒരുപാട് ആളുകളെ വെറുപ്പിക്കേണ്ടി വരും. ഞാൻ ആദ്യമേ കണ്ണടച്ച് ഇവിടെയുള്ള സ്ഥലമെല്ലാം എടുത്തോണ്ട് പോയി അതിനെ വിമർശിച്ചാൽ ഈ 2 ദിവസം ഇരിക്കുന്ന സ്ഥലമെല്ലാം അക്യൂർ ചെയ്ത് ഈ റോഡ് പണിയണമെങ്കിൽ മിനിമം 4 കൊല്ലം എടുക്കുമായിരുന്നു. ഇപ്പൊ റോഡ് പണി തുടങ്ങി അത് തീരാൻ കുറച്ച് ഭാഗമേ ഉള്ളൂ. അത് തീർക്കുമ്പോ ഇപ്പോഴത്തെ പ്രശ്നം പറഞ്ഞാൽ വെച്ചാൽ കോൺട്രാക്ടറുടെ കാലാവധി കഴിഞ്ഞു. ഇനി സർക്കാർ അത് പുതുക്കി കൊടുക്കുമ്പോ ഇയാൾക്ക് ഏഴംകുളത്തൊരു പ്ലാൻ ഉണ്ടായിരുന്നു, അതിന്റെ ലൈസൻസിന്റെ കാലാവധി തീർന്നു. ഇനി അത് പരിസ്ഥിതി വകുപ്പിന്റെ അനുവാദം എടുത്ത് വീണ്ടും തുടങ്ങണം. ഇങ്ങനെയുള്ള ഓരോ ദിവസം ഓരോരോ പ്രതിസന്ധി. കുറെ പൈസ വാരി കൊടുത്തു, കുന്നലേക്ക് കുറെ പണി നടന്നു, കറവൂർ അടുത്ത് വരെ കാർ ചെയ്തു. മഴ വന്നു, അയാൾക്ക് കൂടെ മഴ വന്നപ്പോൾ ഒരാൾ ഓടി വന്ന് പെട്ടെന്ന് വീഡിയോ എടുക്കുകയാണ്. മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, വർക്ക് അവിടെ നിർത്തി, മഴയത്തൊന്നും പണിയുണ്ട്, അവിടെ ഇട്ടേക്കാൻ പറഞ്ഞു, അവിടെ കിടപ്പുണ്ട്, അല്ലെങ്കിൽ അത് തീർന്നേൻ. മഴ ആകാശത്ത് കാണുമ്പോൾ സോഷ്യൽ മീഡിയയെ കൊണ്ട് ചില ഒരു ജോലിയില്ലാതെ ക്യാമറയായിട്ട് ഇറങ്ങിയാണ്. ഒന്നും ഈ ഞാൻ കോടിക്കണക്കിന് കൊണ്ടുവരുന്നതിൽ അത് നടപ്പിലാക്കുന്നതിൽ യാതൊരു സംഭാവനയും നൽകാത്ത ചില ആളുകൾ അവർ ഈ ശല്യം ചെയ്യാൻ വേണ്ടി നടക്കുന്നതിന് പകരം ഇത് തീരാൻ വേണ്ടിയുള്ള കാര്യങ്ങളിൽ സഹകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആരെങ്കിലും മലപ്പുറം, ഗണേഷ് കുമാർ മലപ്പുറമാണോ ഏനാത്ത് പത്തനാപുരത്തോട് പണിയെടുക്കുക? ഗണേഷ് കുമാർ ആണോ? പിന്നെ അയാളെ എന്റെ ബന്ധുക്കൾ ആരെങ്കിലും ആണോ ഇതെടുത്തേക്ക്? നല്ല ഏതോ ഇന്ത്യക്കാരൻ വിളക്കുന്ന ഒന്നിനാണ് അവരെടുത്ത് ഞാൻ എന്ത് ചെയ്യാം? നമ്മൾ പരമാവധി സമ്മർദ്ദം ചെലുത്തി സർക്കാർ ഒരാളെ പിടിച്ച് MLA ആളെ പിടിച്ച് അടിക്കാനെന്ന് പറഞ്ഞില്ലേ ഇവര് പറഞ്ഞിട്ടുണ്ട്. മര്യാദയ്ക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നമുക്ക് പറയാൻ പറ്റും നല്ല വാക്കിൽ, ചെയ്തു തരും പറയാം. പരമാവധി അവരെ തന്നില്ലെങ്കിൽ ഞങ്ങൾ നടപടി എടുക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കാം. അല്ലാതെ എവരീ പറയുന്നവർക്ക് കോൺട്രാക്ടറെ പിടിച്ച് അയാളെ അടി കൊടുത്തേ ജോലി ചെയ്യാൻ പറ്റൂ? എന്തീ പറയാൻ എളുപ്പമുള്ള കാര്യമാണ്. ഒരാൾ പറയണം എന്റെ പൈസ ഇല്ല, ഞാൻ പതുക്കെ ചെയ്യുള്ളൂ എന്നൊരു നിലപാടെടുത്താൽ നമ്മളെല്ലാം തല്ലൂ, കൊല്ലൂ. അത് നടക്കാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ നിയമവ്യവസ്ഥകളുണ്ട് ഈ രാജ്യത്ത്, സംവിധാനമുണ്ട്. ആ സംവിധാനത്തിലൂടെ പോകാൻ പറ്റും. സർക്കാർ കാര്യങ്ങളാണ് അത്. വീട്ടിലെ കാര്യം പോലെ തോന്നി നടക്കുന്ന ചെയ്യാനൊക്കത്തില്ല. അത് സർക്കാർ കാര്യം നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ സംവിധാനത്തിനുള്ളിൽ നിന്ന് മാത്രമേ പ്രവർത്തിക്കാനുള്ളൂ. അതനുസരിച്ച് ഈ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ MLA എന്ന നിലയിൽ നമ്മൾ പരിശ്രമിക്കുന്നുള്ളൂ. അതല്ലേ പറ്റൂ. ഈ പറഞ്ഞ MLA എന്ന് പറഞ്ഞ് അയാളെ പിടിച്ചിടിക്കാനോ അയാളെ പേടിപ്പെടുത്താനോ പിച്ചാത്തി കാണിച്ച് തോക്ക് കാണിച്ച് ജോലി ചെയ്യാൻ പറ്റുമോ? അത് നടക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെ നിയമവ്യവസ്ഥയിൽ ചേർന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് കിടന്നങ്ങ് വെള്ളം ഉണ്ടാക്കണ്ട, തീരും. നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ ഇരിക്കുന്നത്. ചിലർ മാത്രം ഇതിനകത്ത് അതെന്താണെന്നറിയാമോ? ഇത് വരണമെന്ന് ആഗ്രഹിച്ചവരല്ല, ഇത് കുളമാകണമെന്ന് ആഗ്രഹിച്ചവരാണ്, ഇത് നടക്കരുതെന്ന് ആഗ്രഹിച്ചവരാണ് ഇപ്പോൾ ഈ ഫേസ്ബുക്കും ഒക്കെ ഇറങ്ങിയിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ച് ഈ നാട്ടിൽ ഒരു നന്മയും ഉണ്ടാകരുത്. ഒന്നുമില്ല, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു നന്മയും ഉണ്ടാകും. ഈ ഫേസ്ബുക്കിലൊക്കെ കമന്റ് ഇടും. ഒരുത്തൻ തന്നെ 2 പേരിടും. ഒരുത്തൻ പറയും ഒരു പേരിൽ അവൻ എഴുതും വളരെ നന്നായിരിക്കുന്നു എഴുതും, തൊട്ട് താഴെ അവൻ അനാവശ്യം എഴുതും. ഒരാളാണ് പക്ഷെ 2 പേരുണ്ടാക്കും, 2 അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് 2 പേർക്ക് ചെറിയുന്ന ആളുകളുണ്ട്. അത്തരം രോഗങ്ങളുണ്ട് ആൾക്കാർക്ക്. അത്തരം രോഗങ്ങളുടെ ഭാഗമാണിത്. ഒരു നാട്ടിൽ ഒരു റോഡ് വരുന്നു, അതിനെന്താ ഒരു കോൺട്രാക്ടർ പണിതില്ല, പ്രശ്നമുണ്ടായി. അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള നടപടികളിൽ MLA-യോടും പഞ്ചായത്തിനോടൊക്കെ സഹകരിക്കുക. അല്ലാതെ MLA മനഃപൂർവ്വം ഏനാത്ത് പത്തനാപുരം റോഡ് പണിയണ്ട, അവിടെ കിടക്കട്ടെ എന്ന് പറയൂ.
ഈ കാണുന്ന എഴുതുന്ന ഈ നാട്ടിൽ കാണുന്നതെല്ലാം 24 വർഷം കൊണ്ട് ഗണേഷ് കുമാർ കൊണ്ടുവന്നതാണ് പത്തനാപുരം താലൂക്കടക്കം.